കോഴിക്കോട്ടേക്ക് പോയാൽ കോഴിക്കോട് ഫറൂഖിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. ബസ് ഡ്രൈവർക്ക് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ചാണ് മിന്നൽ പണിമുടക്ക്. ഫറൂഖ് കോളേജ് മെഡിക്കൽ കോളേജ് സർവീസ് നടത്തുന്ന ന്യൂ സ്റ്റാർ ബസ് ഡ്രൈവറെയാണ് ബസ് സ്റ്റാൻഡിലെത്തിയ 4 പേരടങ്ങുന്ന ഒരു സംഘം മർദ്ദിച്ചത്. പരിക്കേറ്റ ഡ്രൈവർ അർഷാദ് ചികിത്സയിലാണ്. മുബാറക് തുടരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. മുബാറക്, ഇത് എന്തിനെ തുടർന്നായിരുന്നു സംഘർഷം? പരിക്കേറ്റ ഡ്രൈവറുടെ ആരോഗ്യനില എങ്ങനെയാണ്? സേതു, ഫറൂഖ് ബസ് സ്റ്റാൻഡിൽ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പ്രശ്നം എന്തെന്നാൽ ഇന്നലെയാണ് ഇതിന് സാഹചര്യമുണ്ടാകുന്ന കാര്യമുണ്ടാകുന്നത്. ഇന്നലെ രാത്രി ഈ പറയുന്ന ന്യൂ സ്റ്റാർ ബസ് സർവീസ് നടത്തുകയായിരുന്നു. ഇത് ഫറൂഖ് കോളേജിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സാണ്. ഈ ബസ് സർവീസ് നടത്തുന്ന സമയത്ത് ഇന്നലെ ഒരു കാറിന് സൈഡ് നൽകിയില്ല എന്നുള്ളതാണ് കാരണം. ഈ കാറിലുണ്ടായിരുന്ന 4 പേർ പിന്നിലൂടെ വരുമ്പോൾ ബസ് കടത്തിവിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ടാകുന്നു. അതിനെ തുടർന്ന് ഈ ബസ്സിനെ പിന്തുടർന്നെത്തി ഫറൂഖ് ബസ് സ്റ്റാൻഡിലെത്തുകയും ഈ ബസ് സ്റ്റാൻഡിലെത്തി ഈ കാറിലുണ്ടായിരുന്ന 4 സംഘം ബസ്സിൽ കയറി ഈ ഡ്രൈവറെ മർദ്ദിക്കുകയുമായിരുന്നു. ബസ് ഡ്രൈവറായിട്ടുള്ള ന്യൂ സ്റ്റാർ എന്ന ബസ്സിന്റെ ഡ്രൈവറായിട്ടുള്ള അർഷാദിനെയാണ് മർദ്ദിച്ചത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ നിന്ന് കാണാം. അതായത് യാത്രക്കാരെല്ലാം ആ വണ്ടിയിൽ തന്നെയുണ്ട്. ഈ ഒരു സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരെല്ലാം ഓടി പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യവും നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. എന്തായാലും അർഷാദിനെ ഈ 4 പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു. അർഷാദിനെ ഇന്നലെ രാത്രിയോടെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില, ചെറിയ പരിക്കുകളൊക്കെ അദ്ദേഹത്തിനുണ്ട്. തൃപ്തികരമാണ്, മറ്റ് ബുദ്ധിമുട്ടുകളില്ല. എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരെ തിരിച്ചറിഞ്ഞതിന് ശേഷം ഇവരിപ്പോൾ ഒളിവിലാണ്. ഇവരെ തിരിച്ചറിയുന്നതിനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് തങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള മറ്റ് ബസ്സുകളും ഇന്നൊരു മിന്നൽ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. ഫറൂഖിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് സർവീസ് നടത്തുന്ന എല്ലാ ബസ്സുകളും ഇന്ന് പണിമുടക്കിന്റെ ഭാഗമായി സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതിക്കായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. സേതു.